ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് S3-ലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് AED എന്ന സബ്ജക്റ്റാണ്. അതിലെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വ്യത്യസ്ത തരം റിവറ്റുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു റിവറ്റിനെ കുറിച്ചുള്ളൊരു ചോദ്യം എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടാകും. അപ്പോൾ ഒരു റിവറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ അതിൽ നിന്നുള്ള ബാക്കിയുള്ളത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഓരോ റിവറ്റും എങ്ങനെയാണ് വരയ്ക്കുക, എങ്ങനെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നല്ല രൂപത്തിലൊന്ന് മനസ്സിലാക്കുക. ഒന്നാമതായി വരുന്നത് സിംഗിൾ റിവറ്റഡ് ചെയിൻ ടൈപ്പ് ലാപ്പ് ജോയിൻറ്റ്. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻ്റ് ആണ്. ഈ ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ മുകളിൽ അടുത്ത മെറ്റീരിയൽ വെച്ച് ഓവർലാപ്പ് ചെയ്ത് ഇരിക്കുമ്പോൾ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ റിവറ്റ് ചെയ്യുക, അതാണ് ലാപ്പ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ 2 വ്യൂസ് ഓഫ് എ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ് ഫോർ 16 mm thick plates. Show at least 3 rivets in plan and indicate all dimensions in terms of diameter of rivet. Use snap head rivet. യൂസ് സ്നാപ്പ് ഹെഡ് റിവറ്റ്. നമുക്ക് സ്നാപ്പ് ഹെഡ് റിവറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിന് എങ്ങനെയാണ് ഡ്രോയിങ് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം. ഇതിൽ ആദ്യമേ തന്നിട്ടുണ്ട് തിക്നെസ് ഈസ് ഈക്വൽ ടു 16 mm. നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടാകുന്ന ഇത് തിക്നെസ് ആണ്. T ഈസ് ഈക്വൽ ടു 16 mm എന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു അളവ് മാത്രമാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു അളവ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. ബാക്കി അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഫുൾ എടുക്കുന്നത്. ഒരു T എന്ന തിക്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. എങ്ങനെയാണ് ഓരോ കാൽക്കുലേഷൻസ് എങ്ങനെ കിട്ടിയത്. അതുപോലെ നമ്മൾ പിക്ചർ വരച്ചാൽ ആ വരച്ച പിക്ചറിൽ വളരെ കൃത്യമായിട്ട് നല്ല രൂപത്തിൽ ഡൈമെൻഷൻസ് അടയാളപ്പെടുത്തണം. അത് വരട്ടിട്ട് കൃത്യമായിട്ട് ഓരോ ഡൈമെൻഷൻ എന്താണ്, ഇതേത് ഡിസ്റ്റൻസാണ്, ഇതേതാണ്, ഇത് എത്രയാണ്, അങ്ങനെ കറക്റ്റ് എന്താണെന്നുള്ളത് അതിന് അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: 16 mm തിക്നെസ്സുള്ള സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റ്. അപ്പോൾ ലാപ്പ് ജോയിൻ്റ് ആകുമ്പോൾ പറഞ്ഞു ഓവർലാപ്പ് ചെയ്യാണ്. ഈ സിംഗിൾ റിവറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിൽ മാത്രമാണ് റിവറ്റ് എന്നാണ്. അതിൽ തന്നെ 2, 3 റിവറ്റൊക്കെ വരാം ഒരു ലൈനിൽ തന്നെ. 2 ലൈനിലാകുമ്പോൾ ഡബിൾ റിവറ്റ്, സിംഗിൾ ലൈൻ ആകുമ്പോഴാണ് സിംഗിൾ റിവറ്റ്. ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ്റെ ഇതിലേക്ക് പോവാം. കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അൺവിൻസ് ഫോർമുലയാണ്. അൺവിൻസ് ഫോർമുല ഉപയോഗിച്ച് ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് ഈസ് ഈക്വൽ ടു 6√T. ഇതാണ് ഇക്വേഷൻ. 6√T എന്നാണ്. അപ്പോൾ D ഈസ് ഈക്വൽ ടു 6 × √T. T സമം 60 mm ആണ്. അപ്പോൾ 6 × √16 4 6 4 24. അങ്ങനെ ഡയമീറ്റർ നമുക്ക് കിട്ടി. ഈ ഡയമീറ്റർ കിട്ടുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ കിട്ടുന്ന ഡയമീറ്റർ അതുപോലെ ഇവിടെ ഉപയോഗിക്കില്ല. സ്റ്റാൻഡേർഡ് ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ നമുക്ക് 24 mm എന്നുള്ളത് ഡയമീറ്റർ കിട്ടി. പക്ഷേ നമ്മളത് ഇവിടെ ഈ ഡയമീറ്റർ ആണോ നമ്മൾ എടുക്കേണ്ടത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതെങ്ങനെ ചെക്ക് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഉണ്ട്, കുറച്ച് ഡയമീറ്ററുകളുണ്ട്. അതിൻ്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെക്കമെൻഡ് റിവറ്റ് ഡയമീറ്റേഴ്സ്, അതിൽപ്പെട്ട ഒരു ഡയമീറ്റർ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എന്തുണ്ട്, നമുക്കിപ്പോൾ കിട്ടിയ 20, നമുക്കിപ്പോൾ 20 അല്ലേ കിട്ടിയത്.
24 നമുക്ക് കിട്ടിയ 24 ആണ്. 6 × 4 24. ആ 24 എന്തിലുണ്ട്? 24 എന്നുള്ളത് സ്റ്റാൻഡേർഡ് ഡയമീറ്ററിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 24 എന്നുള്ള ഡയമീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഡയമീറ്റർ ഓഫ് ദി റിവറ്റ്. പിന്നെ നമ്മൾ കാണേണ്ട ഒന്നാണ് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച്. ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ 3D എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ തന്നെ ടോപ്പ് വ്യൂവിൽ ഒരു റിവറ്റ് വരച്ചതിന് ശേഷം അടുത്ത റിവറ്റ് വരെയുള്ള ഡിസ്റ്റൻസാണ് പി എന്ന് പറഞ്ഞാൽ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ 3D ആണ്. അപ്പോൾ ഡി നമുക്ക് 24 ആണ്. ആ 24 അക്കമൻറ്റഡ് റിവറ്റ് ഡയമീറ്ററിൽ പെടുന്നത് കൊണ്ട് നമ്മൾ 24 തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് 3D = 72 കിട്ടി. നെക്സ്റ്റ് ഇതിൽ മാർജിനൽ ഡിസ്റ്റൻസ് എം. ഫസ്റ്റ് നമ്മൾ എം കാൽക്കുലേറ്റ് ചെയ്യണം. ഡി കിട്ടിയ ഉടനെ എം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എമ്മിൻ്റെ ഇക്വേഷൻ 1.5D. 1.5 × 24 36 mm. പിന്നെ അതുപോലെ മുകളിലുള്ള ലെങ്ത് ഓഫ് ഓവർലാപ്പിൻ്റെ ഇക്വേഷൻ ഉണ്ട്. അത് 1.5D + 1.5D. അത് ഓരോന്നിനനുസരിച്ച് മാറും. ഇവിടെ വരുന്നത് 1.5D + 1.5D, അതായത് 3D ആണ്. 3 × 24 72. ഇതാണിപ്പോൾ ഒരു സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റിൽ വരുന്ന കണക്കുകളായിട്ട് വരുന്നത്. ഈ ഇതാണ്. ഒന്ന് ടി നമുക്ക് ഗിവൺ ആയിരിക്കും. ഡിയും എമ്മും പിയും എല്ലും ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടി വരിക. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത്. വരക്കുമ്പോൾ ഇതാണ് ഒരു സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റിൻ്റെ പിക്ചർ. ഇതിൽ നമ്മൾ ആദ്യം സെൻട്രൽ ഒരു സെൻട്രൽ ലൈൻ ഇതിൽ കൊടുത്ത പോലെ ഒരു സെൻട്രൽ ലൈൻ നമ്മൾ ആദ്യം ഇങ്ങനെ വരക്കുന്നു. ഈ ഒരു സെൻട്രൽ ലൈൻ ഇങ്ങനെ അത് തിൻ ഡാഷ് ആയിട്ട് ഇങ്ങനെ വരക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുക. പിന്നെ അതിന് പാരലലായിട്ട് ഏറ്റവും മുകളിൽ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഫ്രണ്ട് വ്യൂ വരക്കണം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇത് ഇതിൻ്റെ ടോപ്പ് വ്യൂ. ഇത് ടോപ്പ് വ്യൂയും അതുപോലെ മുകളിലുള്ളത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് വ്യൂ വരക്കും, പിന്നെ അതിൽ നിന്നാണ് ടോപ്പ് വ്യൂ വരക്കുക. അപ്പോൾ ഇങ്ങനെ ആദ്യം തിൻഡാഷായിട്ട് ലൈൻ വരക്കുന്നു. ആ ലൈൻ വരച്ച ശേഷം നമ്മൾ തിക്നെസ്സിലുള്ള പ്ലേറ്റുകൾ വരക്കുകയാണ്. ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ 2 പ്ലേറ്റ്സുകൾ വരക്കണം. ആദ്യം തന്നെ 2 പ്ലേറ്റ്സ് വരക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലൈൻ വരക്കുന്നു, ജസ്റ്റ് ഒരു ലൈൻ വരക്കുന്നു. ആ ലൈനിന് ശേഷം ഇവിടെ ടി തിക്നെസ്, ടി സമം ഇവിടെ തന്നിട്ടുണ്ട് 60 mm ആണ്. അപ്പോൾ ആ 60 mm മുകളിൽ എടുത്തിട്ട് 2 പ്ലേറ്റ്, ഇങ്ങനെ ഒരു പ്ലേറ്റ് നെക്സ്റ്റ് അടുത്ത പ്ലേറ്റ്, അങ്ങനെ 2 പ്ലേറ്റ് നമ്മൾ വരക്കുന്നു. അങ്ങനെ 2 പ്ലേറ്റ് വരക്കുമ്പോൾ ടി തിക്നെസ്സിലുള്ള നമ്മുടെ പ്ലേറ്റ് വരച്ചു. പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് ഉണ്ടല്ലോ, ഷാഫ്റ്റ് വരക്കുക എന്നുള്ളതാണ്. ഈ ഷാഫ്റ്റ്, ഇതാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഷാഫ്റ്റ് നമ്മൾ നെക്സ്റ്റ് വരക്കണം. അപ്പോൾ ഈ ഷാഫ്റ്റ് വരക്കുമ്പോൾ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ D ആണ്. D സമം നമുക്ക് കിട്ടിയിട്ടുണ്ട് 6√T. അൺവിൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തി. D സമം 24 ആണ്. 24 കിട്ടി. അത് റെക്കമെൻഡഡ് ഡയാമീറ്റേഴ്സിൽ പെടുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇപ്പോൾ 24 ആണ്, 24 mm ആണ് D വരുന്നത്. അപ്പോൾ 2 സൈഡിലേക്കും ഇങ്ങോട്ടും 12, അതുപോലെ ഇങ്ങോട്ടും 12, ആകെയാണ് 24 വരിക. അങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഈ ലൈന് വരക്കുന്നു. ഈ ലൈൻ വരക്കുന്നു. അങ്ങനെ നമ്മൾ ഷാഫ്റ്റ് വരച്ചു. ഷാഫ്റ്റ് വരച്ചതിന് ശേഷം പിന്നെ നമുക്കുള്ളത് ഷാഫ്റ്റ് വരച്ച ശേഷം നമ്മൾ റിവറ്റിൻ്റെ
ഫ്രണ്ട് വ്യൂ വരയ്ക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനൊരു കൃത്യമായ അളവുണ്ട്. അപ്പോൾ നമ്മളിതാണ് സെൻട്രൽ പോയിൻ്റ്. ഈ സെൻട്രൽ പോയിൻ്റിൽ നിന്ന് 0.8D ഈ സൈഡിലേക്കും 0.8D ഇങ്ങോട്ടും 0.7D മുകൾക്കും വരുന്ന രൂപത്തിലാണ് ഈ റിവറ്റിൻ്റെ ഇത് വരക്കേണ്ടത്. 0.8Dയും അതുപോലെ 0.7Dയും വരുന്ന രൂപത്തിലാണ് ഇത് വരക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ അങ്ങനെ വരുന്ന രൂപത്തിൽ നമ്മൾ എടുക്കണം. അങ്ങനെ റിവറ്റിൻ്റെ സ്നാപ്പ് ഹെഡ് നമ്മളിവിടെ വരച്ചു. രണ്ട് സൈഡിലും നമ്മൾ സ്നാപ്പ് ഹെഡ് വരയ്ക്കുക. ആദ്യം മുകളിൽ വരയ്ക്കുക, നെക്സ്റ്റ് താഴെ വരയ്ക്കുക. പിന്നെ ഈ സ്നാപ്പ് ഹെഡും വരച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എം 1.5D ആണ് മാർജിനൽ ഡിസ്റ്റൻസ്. ആ മാർജിനൽ ഡിസ്റ്റൻസ് അടുത്തത് അടയാളപ്പെടുത്തണം. ആ മാർജിനൽ ഡിസ്റ്റൻസ് നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് എം 1.5D 1.5D എന്നുള്ളത് 36 1.15 × 24 36 കിട്ടുക. ആ 36 എന്നുള്ളത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് വരക്കുന്നു, അടിയിൽ അടുത്ത സൈഡിലേക്ക് വരക്കുന്നു. അപ്പോൾ ഇവിടുന്ന് 36 എടുത്തതാണ് ഇതുവരെയുള്ള ഈ ഹാച്ച് ചെയ്ത വരെ ഉള്ളത്. അതുപോലെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇതെടുത്തതും 36 mm ആണ് എടുത്തിട്ട് വരക്കുന്നു. അങ്ങനെ അതാണ് മാർജിനൽ ഡിസ്റ്റൻസിൻ്റെ കണക്ക്. മാർജിനൽ ഡിസ്റ്റൻസ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് മുകളിൽ എം എന്ന് ഇട്ടിട്ടുണ്ട്. ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴത്തും. അങ്ങനെയാണ് സിംഗിൾ ലാപ്പ് ജോയിൻറ്റിൻ്റെ റിവറ്റിൻ്റെതിൽ അങ്ങനെയാണ് വരിക. നമ്മൾ എം അടയാളപ്പെടുത്തി രണ്ട് സൈഡിലും എം അടയാളപ്പെടുത്തുക. പിന്നെ അങ്ങനെ ഒരു ലൈൻ വരച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അവിടെ ഹാച്ചിങ് ചെയ്യണം. അവിടെ നമ്മൾ ചാംഫറിങ് ചെയ്യണം. 10 ഡിഗ്രി ചാംഫറിങ് ചെയ്യണം. 10 ഡിഗ്രി. അപ്പോൾ നമ്മൾ ലൂയിസ് ഉപയോഗിച്ച് 10 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ഇതിലുള്ളതുപോലെ രണ്ട് സൈഡിലും എന്ത് ചെയ്യണം, ഇങ്ങനെ ചാംഫറിങ് 10 ഡിഗ്രി എടുക്കുക. 10 ഡിഗ്രി ട്രാക്ടറിൽ അടയാളപ്പെടുത്തിയിട്ട് അങ്ങനെ എടുക്കുക. രണ്ട് സൈഡിലും ഇത് മാർക്ക് ചെയ്യുക. ആ 10 ഡിഗ്രീൻ്റെത് മാർക്ക് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഷാഫ്റ്റ് വരച്ചു, സ്നാപ്പ് ഹെഡുകൾ വരച്ചു, മാർജിനൽ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തി 10 ഡിഗ്രി ചാംഫർ ചെയ്തു. ഇത്ര നമ്മൾ ചെയ്തു. ഇനി ഇതിൻ്റെ ഇപ്പം നിലവിൽ നമ്മൾ മാർജിനൽ ഡിസ്റ്റൻസ് അടയാളപ്പെടുത്തിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിന് കൃത്യമായൊരു കണക്കില്ല. നമ്മൾ അത് ഒരു ആവറേജ് കണക്കിൽ നമ്മൾ ഈ സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നമ്മൾ നീട്ടിയിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെയാണ് അടിയിൽ ബോട്ടം സൈഡിൽ ഈ സൈഡും നമ്മളൊരു കൃത്യമായ കണക്കില്ല, നമ്മൾ ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നു. എമ്മിൻ്റെത് വരുന്നത് ഒന്ന് മുകളിലും ഒന്ന് താഴെയും അങ്ങനെയാണ് വരിക സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റിൽ ഇതിൻ്റെ കേസിൽ. നെക്സ്റ്റ് അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടോപ്പ് വ്യൂയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അതേ അളവിൽ കറക്റ്റ് സെൻട്രൽ ലൈനിൽ ആണ് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തേണ്ടത്. സെൻട്രൽ ലൈനിൽ നമ്മൾ നേരത്തെ ആദ്യം വരച്ച ഈ ലൈൻ ഉണ്ടാവും. ആദ്യം വരച്ച ഈ ലൈനിൽ നമ്മളൊരു കുറച്ച് ഡിസ്റ്റൻസിൽ ഈ റിവറ്റുകൾ വരക്കാൻ പോവുകയാണ്. ഇതിൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 3 റിവറ്റുകളെങ്കിലും വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ റിവറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ റിവറ്റ് മാത്രം വരക്കലല്ല, ഒരു ലൈനിൽ വരക്കുക എന്നുള്ളതാണ് സിംഗിൾ റിവറ്റഡ്. അപ്പോൾ ഇതിൽ സിംഗിൾ റിവറ്റഡിൽ 3 സ്നാപ്പ് ഹെഡ് റിവറ്റ് വരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 വരക്കണം. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുന്നു. നമ്മൾ നേരത്തെ 0.8D ഡയമീറ്ററിലാണല്ലോ നേരത്തെ വരച്ചത്. അതേ രൂപത്തിൽ 0.8D അടയാളപ്പെടുത്തിയിട്ട്
അതേ അളവിൽ എന്ത് ചെയ്യണം, ആദ്യം ഒരു സ്നാപ്പ് ഹെഡ് വരയ്ക്കുക, ഒരു റിവറ്റ് ഇവിടെ വരയ്ക്കുക. ഇതിൻ്റെ റേഡിയസ് ആണ് 0.8D, റേഡിയസ് ആണ് R സമം 0.8D വരും. ആ രൂപത്തിലാണ് വരിക. റേഡിയസ് ഈസ് ഈക്വൽ ടു 0.8D. ആ രൂപത്തിൽ നമ്മളൊന്ന് വരക്കുന്നു. പിന്നെ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന് മുമ്പൊരു അളവ് നമ്മൾ അറിയണം. P ഈസ് ഈക്വൽ ടു 3D എന്ന് നമ്മൾ നേരത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് ഈസ് ഈക്വൽ ടു 3D എന്ന് ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് നെക്സ്റ്റ് അടയാളപ്പെടുത്താനുള്ളത് അതാണ്. ആദ്യം നമ്മൾ ഒരു റിവറ്റ് ടോപ്പ് വ്യൂവിൽ ഒരു റിവറ്റ് വരക്കുന്നു. അങ്ങനെ ആ ഒരു റിവറ്റ് വരച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് ആ റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത റിവറ്റിൻ്റെ സെൻറ്ററിലേക്ക്. അതാണ് 3D. അതാണ് P ഈസ് ഈക്വൽ ടു 3D എന്ന അടയാളം. ആ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓരോ റിവറ്റും വരക്കേണ്ടത്. ഇതാണ് 3D. P ഈസ് ഈക്വൽ ടു 3D. അതായത് 72 mm ആണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. അത് അടിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഡിസ്റ്റൻസിൽ നമ്മൾ അടുത്ത റിവറ്റ് വരക്കുന്നു. അതേ ഡിസ്റ്റൻസ് തന്നെ അതിൻ്റെ നേരെ അടിയിലത്തേക്ക് കൊടുത്തിട്ട് നമ്മൾ 3 റിവറ്റും പൂർത്തിയാക്കുന്നു. മൂന്നാമത്തെ റിവറ്റും വരക്കുന്നു. പിന്നെ ഈ ഷാഫ്റ്റിൻ്റെ ഷാഫ്റ്റ് ഉണ്ടല്ലോ, മുകളിൽ ടോപ്പ് വ്യൂവിലുള്ള ഷാഫ്റ്റിൻ്റെ അതേ ഡയമീറ്റർ എടുത്തിട്ടാണ് ഉള്ളിൽ നമ്മൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് എന്ത് ചെയ്യണം, റിവറ്റ് വരക്കണം. അത് നമുക്ക് നേരിട്ട് കാണില്ല, പക്ഷെ അവിടെ റിവറ്റ് ഉണ്ട് എന്നറിയിക്കാനാണ് അങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിവറ്റ് വരച്ച് ആ റിവറ്റ് അപ്പോൾ ഷാഫ്റ്റിൻ്റെ അതേ ഡയമീറ്റർ വെച്ചിട്ടാണ്, അതേ ഡയമീറ്ററിലാണ് ആ ഉള്ളിലുള്ള ഡോട്ടഡ് ആയിട്ടുള്ള റിവറ്റിൻ്റെ ഡോട്ടഡ് ആയിട്ടുള്ളത് വരക്കേണ്ടത്. അത് കോമ്പസിൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ അടയാളപ്പെടുത്തി അതേ അളവിൽ എന്ത് ചെയ്യുക, വരയ്ക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഈ ലൈനിനെ ഇങ്ങോട്ട് നീട്ടി ഇതിൻ്റെ അതേ ലൈനിൽ ഇങ്ങനെ നേരിട്ട് ഈ ലൈൻ വരക്കുന്നു. അതുപോലെ അവിടെ ചാംഫറിങ് ഉണ്ട്. അപ്പോൾ ചാംഫറിങ് ഉള്ളത് ആ ചാംഫർ ചെയ്ത ഭാഗം നോക്കിയിട്ട് അവിടുന്ന് വരക്കണം. അതാണ് 2 ലൈൻസ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ നെക്സ്റ്റ് സൈഡ്, ഈ സൈഡിലും ഇതുപോലെ 2 എണ്ണം വരക്കണം. അത് ഡോട്ടഡ് ലൈൻസ് ആണ്. അത് നേരിട്ട് ടോപ്പ് വ്യൂവിൽ നേരിട്ടത് കാണില്ല, അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2 സൈഡിലും, ഒരു സൈഡിൽ തിക്കായിട്ടുള്ള ലൈൻസും അടുത്ത സൈഡിൽ റിവറ്റ് ചെയ്ത ചാംഫറിങ് ചെയ്ത ഭാഗം അതും അടയാളപ്പെടുത്തണം. 2 ലൈൻസ് ഉണ്ട്, ഒന്ന് ചാംഫറിങ് ചെയ്യാത്തതും ചാംഫറിങ് ചെയ്തതും. 2 ലൈൻസും ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. മറ്റടുത്ത 2ഉം തിക്ക് ലൈൻസായും അടയാളപ്പെടുത്തണം. നെക്സ്റ്റ് നമ്മളിത് 2ഉം യോജിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ അതേ ഇവിടുന്ന് നേരെ വരക്കുന്നു. ഇതുപോലെ ഇവിടുന്നും 2 ലൈൻസും നേരെ വരക്കുന്നു, പരസ്പരം കണക്ട് ചെയ്യുന്നു. ഇത് ഓവർലാപ്പിംഗ് ആയതുകൊണ്ട് തന്നെ ഓവർലാപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ ഈ രൂപത്തിൽ തന്നെ ഇത് കാണിക്കണം. ഓവർലാപ്പിംഗ് എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ടോപ്പ് വ്യൂവിൽ കാണിക്കണം. പിന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഇവിടെ ഇങ്ങനെ ഒരു അടയാളം കാണും. ഇത് ഈ ഒരു ഇങ്ങനെ ഈ 4 സൈഡിലും ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അളവ് ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് മെഷേർഡ് ലെങ്ത്ത് അല്ല. അതുപോലെ ഇവിടുത്തെ ലെങ്ത്തും ഒരു കറക്റ്റ് മെഷേർഡ് ലെങ്ത്ത് അല്ല. അത് സൂചിപ്പിക്കാനാണ് അവിടുന്ന് നീട്ടി വരക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ചിഹ്നമുള്ളത്. അപ്പോൾ അതെന്തായാലും ഗ്രാഫിക്സിൽ അല്ലെങ്കിൽ ഡ്രോയിങ്ങിൽ ഓരോ ചിഹ്നത്തിനും അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതൊരു എന്തിനെങ്കിലും സൂചനയാണ്. അപ്പോൾ ഒരു പിക്ചറും ഒരു സൈനും നമ്മൾ വിട്ടുപോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം.
ഇങ്ങനെ ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ ഓരോന്നും അടയാളപ്പെടുത്താം. ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എം അതുപോലെ ചാംഫർ ചെയ്ത് അടയാളപ്പെടുത്തി. തിക്നെസ് അതുപോലെ പി ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ചാണ്, ഒരു റിവറ്റിൽ നിന്ന് അടുത്ത റിവറ്റ് വരെയുള്ള ദൂരം. അങ്ങനെ ഇതാ എല്ല് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ല് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ഓവർലാപ്പാണ്. അത് ലെങ്ത് ഓഫ് ഓവർലാപ്പ് ഇവിടെ M+M 3D ആണ്, അതായത് 72 തന്നെയാണ്. അങ്ങനെ ഇതിലുള്ള ഓരോന്നും കൃത്യമായി അടയാളപ്പെടുത്തുക. ഇതോടുകൂടി നമുക്കൊരു സിംഗിൾ റിവറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതുപോലുള്ള ബാക്കി വരാനുള്ള ഒരു 4 ടൈപ്പും കൂടിയുണ്ട്. അത് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതൊന്നും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതിൽ നമ്മളിങ്ങനെ ലൈൻസ് കൊടുക്കുക, ഇവിടെ ഇങ്ങനെ ഈ അടയാളങ്ങൾ ഇത് മറക്കരുത്. ഹാച്ചിങ് ചെയ്യാൻ മറക്കരുത്. ഹാച്ചിങ് എന്തായാലും ചെയ്യണം. അതും കൂടി ഈ വീഡിയോയിൽ ഈ സിംഗിൾ റിവറ്റഡ് ഓരോന്ന് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഹാച്ചിങ് എന്തായാലും ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ഡബിൾ റിവറ്റഡ് ചെയിൻ ടൈപ്പ് ലാപ്പ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഡ്രോ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് എ ഡബിൾ റിവറ്റഡ് ചെയിൻ ലാപ്പ് ജോയിൻ്റ് ഫോർ പ്ലേറ്റ്സ് ഹാവിംഗ് 20 mm thickness. Show all the dimensions in terms of the diameter of the rivet. Draw at least 3 rivets in a row. Use snap head rivet. ഇതിൽ നേരെ ഫോർമുല എടുക്കുന്നു. അൺവിൻസ് ഫോർമുല T = 20 mm എന്ന് തന്നിട്ടുണ്ട്. 20 mm ആണ് T. T = 20 mm. T = 20 mm ആണ്. അപ്പോൾ നമ്മൾ അത് നേരെ അൺവിൻസ് ഫോർമുലയിലേക്ക് കൊടുക്കുന്നു. 6√T. 6√T എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുക 26.83 mm ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ഒരിക്കലും അവിടെ അൺവിൻസ് ഫോർമുല ഉപയോഗിച്ച് കിട്ടുന്ന ഡയാമീറ്റർ ഒരിക്കലും നേരിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ അത് സ്റ്റാൻഡേർഡ് റെക്കമെൻഡഡ് ഡയമീറ്ററുമായി ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കി അതാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഈ റെക്കമെൻഡഡ് ഡയമീറ്ററിൽ പെട്ട ഒരു ഡയമീറ്റർ അല്ല നമുക്ക് അൺവിൻസ് ഫോർമുല വഴി കിട്ടിയത് എങ്കിൽ അതിന് മുകളിലുള്ള നെക്സ്റ്റ് സംഖ്യ ഏതാണോ, ഡയമീറ്റർ ഏതാണോ അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൽ 26.83 ആണ് വന്നത്. അപ്പോൾ ഈ 26.83 ആണ്. നേരത്തെ ഈ റെക്കമെൻഡഡ് റിവറ്റ് ഡയമീറ്റർ എടുത്ത് നോക്കിയാൽ 27 ഉണ്ട്. 26.83 കഴിഞ്ഞിട്ടുള്ള അടുത്ത സംഖ്യ 27 ആണ് ഈ റെക്കമെൻഡഡ് റിവറ്റ് ഡയമീറ്റേഴ്സിലുള്ള. ഈ ഡയമീറ്ററുകളൊക്കെ ഒന്ന് കാണാതെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ സിമ്പിളാണ്. ആദ്യമുള്ളത് ഫുള്ള് 6 മുതൽ തുടങ്ങി 24 വരെ 6 ഇരട്ട സംഖ്യകളാണ്. 6, 8, 10, 12, 14, 16, 18, 20, 22, 24. പിന്നെ 24 ശേഷം ഫുള്ള് 3 കൂട്ടുന്ന രൂപത്തിലാണ്. 24 കൂടെ 3 27, 30, 33, 36, 39, 3 42, പിന്നെ 48, ലാസ്റ്റത്തെ 48, അതിൽ കൂടെ 6 കൂട്ടി. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും വിട്ടുപോകരുത്. അത് തെറ്റിയാൽ നമ്മുടെ മൊത്തത്തിലുള്ള ആൻസറിന് ആകെ ഒരു മാർക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം. അങ്ങനെ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് 27 mm എടുത്ത് നമ്മൾ നെക്സ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച് P = 3D ആണ്. നമ്മൾ പറഞ്ഞു ഒരു റിവറ്റ് വരച്ച് ഒരു ലൈനിലുള്ള അടുത്ത റിവറ്റിലേക്കുള്ള ദൂരം, അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച്.
അപ്പോൾ 3D 3x27 81 mm. പിന്നെ ട്രാൻസ്വേഴ്സ് പിച്ച് ഉണ്ട്. ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറഞ്ഞാൽ അത് ഒരു സിംഗിൾ റിവറ്റഡിൻ്റെ കേസിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒരു ലൈനിൽ മാത്രമേ ഈ ട്രാൻസ്വേഴ്സ് പിച്ചിൻ്റെ ആവശ്യം എവിടെ വരില്ല, സിംഗിൾ റിവറ്റഡിൽ വരില്ല. പക്ഷെ എവിടെ വരും, ഡബിൾ റിവറ്റഡിൽ വരും. ട്രാൻസ്വേഴ്സ് പിച്ച് എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ 2D + 6 mm ആണ്. 2D + 6 mm. ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് 27 ആണ്. അത് ഇതാക്കിയാൽ 60 mm എന്ന് കിട്ടും. 60. അതുപോലെ മാർജിനൽ ഡിസ്റ്റൻസ് എം, അത് എമ്മിൻ്റെ ഇക്വേഷൻ 1.5D ആണ്. അത് നമ്മൾ കണ്ടെത്തി. പിന്നെ ലെങ്ത് ഓഫ് ഓവർലാപ്പ്, ഇവിടെ ലെങ്ത് ഓഫ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ 1.5D + PT + 1.5D. അത് ലെങ്ത് ഓഫ് ഓവർലാപ്പിന് നമ്മളൊരു ഇക്വേഷൻ കാണാമെന്ന് പഠിക്കണമെന്നില്ല. നമ്മളിത് വരച്ചാൽ നമുക്കത് കറക്റ്റ് കിട്ടും. ബാക്കിയുള്ളത് വെച്ച് വരച്ചാൽ ആ ലെങ്ത് ഓഫ് ഓവർലാപ്പ് എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പിക്ചറിലേക്ക് പോവുകയാണ്. പിക്ചറിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം ഇങ്ങനെ സിംഗിൾ റിവറ്റഡിൽ പറഞ്ഞതുപോലെ നമ്മൾ വരച്ച്, അവിടെ ഒന്നാണ് വരച്ചതെങ്കിൽ ഇവിടെ ആദ്യം ഇവിടെ അതൊരു ലൈൻ വരക്കണം, ഒരു ലൈൻ ഇവിടെ വരക്കണം, ആദ്യൊരു ലൈൻ വരക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് 2D + 6, 2D + 6 എന്ന് പറഞ്ഞാൽ അവിടെ D 27 ആണ്. അപ്പോൾ 2D 54 + 6 60 mm ഇതിൽ എക്സ്ട്രാ ലൈൻ വരക്കുക. സിംഗിൾ റിവറ്റഡിൽ ഒറ്റൊന്ന് മാത്രമായിരുന്നെങ്കിൽ ഡബിൾ റിവറ്റഡിൽ ഈ ഡിസ്റ്റൻസിൽ അതായത് ഇവിടെ 60 mm ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ആ ഡിസ്റ്റൻസിൽ എന്തുണ്ടാവും, വേറെ ഒരു ലൈനും കൂടി റിവറ്റ് ഉണ്ടാകും എന്നതാണ് ഇതിലെ വ്യത്യാസമായിട്ട് വരുന്നത്. അതിൻ്റെ ആ ഡിസ്റ്റൻസ് വരുന്നത് 2D + 6 ആണ്. 2D + 6 എന്ന് പറഞ്ഞാൽ 60 mm ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. പിന്നെ സാധാ പോലെ നമ്മൾ സിംഗിൾ റിവറ്റഡിൽ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിലുള്ളത്. ഒരു ലൈന് പകരം 2 ലൈൻ ഉണ്ടാവും. ലെങ്ത് ഓഫ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് സിംഗിൾ റിവറ്റഡ് ആകുമ്പോൾ 2 സൈഡിലേക്കുള്ള എം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ഈ ഡിസ്റ്റൻസ് സിംഗിൾ റിവറ്റഡിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിംഗിൾ റിവറ്റഡിൻ്റെ കേസിൽ ട്രാൻസ്വേഴ്സ് പിച്ച് PT എന്നാണ് എഴുതിയിട്ടുള്ളത്. ട്രാൻസ്വേഴ്സ് പിച്ച് എന്നുള്ളത് ഈ ഭാഗം ഉണ്ടായിരുന്നില്ല. M+M, അതായത് 1.5D + 1.5D 3D ആയിരുന്നു. ഇവിടെ എന്തുണ്ട്, ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഒന്നിന് മറ്റടുത്തുള്ള ഡിസ്റ്റൻസും കൂടി വരും. അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് ഓവർലാപ്പ് വരിക. ബാക്കിയുള്ള കാൽക്കുലേഷൻസൊക്കെ നമ്മൾ പറഞ്ഞു. ഇതുപോലെ സാധാ പോലെ വരയ്ക്കുക. ആ ഫസ്റ്റ് സിംഗിൾ റിവറ്റഡിൻ്റെ പറഞ്ഞ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് വരക്കേണ്ടത്. ഇതിൽ നമ്മൾ ഏത് സ്കെയിലാണ് ഉപയോഗിക്കുന്നത് എന്നത് കറക്റ്റ് നമ്മളെ ആൻസർ പേപ്പറിൽ നമ്മൾ സൂചിപ്പിക്കണം. 1:1 സ്കെയിലിനെ ഉപയോഗിച്ചാൽ മതി. അതിന് നമ്മുടെ ആ ഡ്രോയിങ് ഷീറ്റിൽ വരക്കാൻ പാകത്തിനുള്ള അളവുകൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും 1:1, അതായത് അതിൽ എത്രയാണോ അളവ് തന്നത് അതേ അളവിൽ തന്നെ വരയ്ക്കുക. അതിൽ 1 ഉള്ളതും ഇതിവിടെ 1 തന്നെ, അതിലെത്രയാണോ തന്നത് അതേ അളവിൽ തന്നെ ഇതിലും വരും എന്ന രൂപത്തിൽ തന്നെ വരയ്ക്കുക. ഇനി അങ്ങനെ അല്ലാതെ വരയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മളാകെ തെറ്റാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് 2 ഇങ്ങനെ ആദ്യം ഫ്രണ്ട് വ്യൂ വരച്ച് നെക്സ്റ്റ് 2 സൈഡിലേക്കും ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഇതുവരെ ഉള്ളത് P ആണ്. P എന്ന് പറഞ്ഞാൽ 3D എന്ന് പറഞ്ഞാൽ 3x27 ആണ് ഇവിടെ വരിക. 27 × 3 എന്ന് പറഞ്ഞാൽ 81 വരും. 81 mm വരും. ഇവിടെയും അതേ അളവായിരിക്കും, 81 mm. ഇവിടെ സ്നാപ്പ് ഹെഡിൻ്റെ ഇവിടുത്തെ റിവറ്റിൽ 0.8D ഡയലാണ് ഇത് വരക്കേണ്ടത്. ഇത് 0.8D ഡയലാണ് വരക്കേണ്ടത്. ഇതും ബാക്കി റിവറ്റുകളൊക്കെ 0.8D എന്നുള്ള ഡയലാണ് വരക്കേണ്ടത്.
0.8D എന്ന റേഡിയസിൽ ഡയമീറ്റർ 1.6D ഉണ്ടാവും. ശ്രദ്ധിക്കുക, 1.6D ആണ് ഡയമീറ്റർ, റേഡിയസ് ആണ് 0.8D. നമ്മൾ കോമ്പസിൽ എടുക്കേണ്ടത് 0.8D ആണ്. അതെല്ലാ റിവറ്റിലും അങ്ങനെയാണ്. എവിടെയെങ്കിലും അത് പറഞ്ഞതിൽ റേഡിയസും മാറിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. എല്ലാ റിവറ്റിനും നമ്മൾ വരക്കുമ്പോൾ 0.8D റേഡിയസിലാണ് വരക്കുക, 1.6D ഡയമീറ്ററിലും ടോപ്പ് വ്യൂവിൽ വരക്കുമ്പോൾ. ഓക്കെ, അങ്ങനെ വരച്ച് പിന്നെ നമ്മൾ ഡോട്ടഡ് ലൈൻസ് അടയാളപ്പെടുത്തുക. ഇവിടെ ഫുള്ള് ഡോട്ടഡാണ്, ലൈൻസ് ഫുള്ള് ഡോട്ടഡാണ്. നേരത്തെ അതിൻ്റെ കാരണം പറഞ്ഞു. ഇവിടെ തിക്ക് ഡാഷ് ആയിട്ടായിരിക്കും, തിക്ക് ലൈൻസ് ആയിരിക്കും. പിന്നെ ഇത് അടയാളപ്പെടുത്തുക, ഇവിടെ ഇതും അടയാളപ്പെടുത്തുക. അങ്ങനെ പിന്നെ മെഷർമെൻറ്റ്സുകളൊക്കെ കറക്റ്റ് കൊടുക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഡബിൾ റിവറ്റഡ് സിഗ്സാഗ് ലാപ്പ് ജോയിൻറ്റ്. നെക്സ്റ്റ് വരുന്നത് ഡബിൾ റിവറ്റഡ് സിഗ്സാഗ് ലാപ്പ് ജോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, സെക്ഷൻ എലിവേഷൻ ആൻഡ് പ്ലാൻ ഓഫ് എ ഡബിൾ റിവറ്റഡ് സിഗ്സാഗ് ടൈപ്പ് ലാപ്പ് ജോയിൻറ്റ് ഫോർ ജോയിനിങ് പ്ലേറ്റ്സ് ഓഫ് തിക്നെസ് 12 mm. Insert our dimensions in terms of diameter. ഇതിൽ സിഗ്സാഗ് ഡബിൾ റിവറ്റഡ് ആണ്. ഡബിൾ റിവറ്റഡ് സിഗ്സാഗ് ചെയിൻ ആകുമ്പോൾ നേരെ ആയിരിക്കും, ചെയിൻ രൂപത്തിൽ. സിഗ്സാഗ് ആകുമ്പോഴുള്ള മാറ്റം ഇതിൽ ആദ്യം നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. കാൽക്കുലേഷനിൽ സിഗ്സാഗിൽ ഒരൊറ്റ മാറ്റം മാത്രമാണുള്ളത്. ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് 22. ഇവിടെ ചോദ്യത്തിൽ 12 mm ആണ് തിക്നെസ് തന്നിട്ടുള്ളത്, 12 mm തിക്നെസ്. അപ്പോൾ ഡയമീറ്റർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അൺവിൻസ് ഫോർമുല ഉപയോഗിക്കണം. അൺവിൻസ് ഫോർമുല ഉപയോഗിച്ചാൽ D = 6 × √12 കിട്ടും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 20.7 mm എന്നാണ് കിട്ടുക. 20.7 mm. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡയമീറ്ററിൽ ഏതാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 20.7ന് ശേഷം ഏതാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യണം. 20 ഉണ്ട്, അത് കൂട്ടാൻ പറ്റില്ല. 20.7 നമുക്ക് കിട്ടിയ കണക്കിന് ശേഷം ഏതാണെന്ന് നോക്കണം. അതിങ്ങനെ ചെക്ക് ചെയ്താൽ റെക്കമെൻഡഡ് ഡയമീറ്ററിൽ ഇതാ 20ക്ക് ശേഷം ഉള്ളത് 22 എന്തുണ്ട്? 22 ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 22 എടുക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് നമ്മൾ ബാക്കി ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ഡയമീറ്റർ ഓഫ് ദി റിവറ്റ് 22 എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോഞ്ചിറ്റ്യൂണൽ പിച്ച് 3D ആണ്, 3 × 22. അങ്ങനെ ഓരോന്നും ചെയ്യാം. പിന്നെ ട്രാൻസ്വേഴ്സ് പിച്ചിലാണ്, ഇതിനാണ് ഡബിൾ റിവറ്റഡ് ചെയിൻ ടൈപ്പും സിഗ്സാഗും തമ്മിൽ മാറ്റമുള്ളത്. ഡബിൾ റിവറ്റഡ് ചെയിൻ ടൈപ്പും സിഗ്സാഗും തമ്മിൽ ഇതിൽ മാറ്റം ഉണ്ട്. ചെയിൻ ടൈപ്പ് നോക്കിയാൽ നമ്മളിവിടെ മേലെ ഇക്വേഷൻ കൊടുത്തത് എന്താണ്? 2D + 6 ആയിരുന്നു. ചെയിൻ ടൈപ്പിൽ 2D + 6 ആയിരുന്നു. എന്നാൽ ഇതിലെത്രയാണ്? സിഗ്സാഗ് ആകുമ്പോൾ അവിടെ 2D വരുന്നുള്ളൂ, +6 ഇല്ല. അതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇക്വേഷനിൽ 2D 2 × 22 അങ്ങനെ. പിന്നെ മാർജിനൽ ഡിസ്റ്റൻസ് ഒക്കെ അതുപോലെ തന്നെ. പിന്നെ ഈ സിഗ്സാഗ് എന്നതിലുള്ള ഒരു വ്യത്യാസം എന്താണ് സിഗ്സാഗും ലാപ്പ് ചെയിൻ ടൈപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സിഗ്സാഗിൽ ഇവിടെ ഷാഫ്റ്റ് ഉണ്ട്, ഇവിടെ ഷാഫ്റ്റ് ഉണ്ട്. ബട്ട് ഇവിടെ ഷാഫ്റ്റ് ഇല്ല, ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാവില്ല. അതാണ് മാറ്റം. ഓക്കെ, അതാണ് രണ്ട് തമ്മിലുള്ള മാറ്റം. പിന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസിലുള്ള മാറ്റം. ഡിസ്റ്റൻസിൽ ഇത് 2D + 6 ഇല്ല, 2D ഉള്ളൂ. ശ്രദ്ധിക്കുക. പിന്നെ ചാംഫറിങ് ഒക്കെ രണ്ട് സൈഡിലുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ ചാംഫറിങ് ഒക്കെ നടക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിലുള്ള മാറ്റം ഇപ്പോൾ ഷാഫ്റ്റ് ഇല്ല എന്നുള്ളതാണ്, അവിടെ അടയാളപ്പെടുത്തി. ടോപ്പ് വ്യൂ വരക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ സൈഡ് വരയ്ക്കുക. ഈ സൈഡിലുള്ള 3 റിവറ്റും വരയ്ക്കുക. 3 റിവറ്റും അതേപോലെ വരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സിഗ്സാഗിൻ്റെ ഈ ഷാഫ്റ്റ് ഇല്ല എന്നുള്ളത് അവിടെ കാണിക്കണം. ഫ്രണ്ട് വ്യൂവിലുള്ള സാധനം ഫ്രണ്ട് വ്യൂവിൽ ഷാഫ്റ്റ് ഇല്ല എന്നുള്ളത് ടോപ്പ് വ്യൂവിൽ കാണിക്കണമല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, 3D ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഒരു റിവറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത റിവറ്റിൻ്റെ സെൻറ്റർ വരെ വരുന്ന ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് എടുക്കുക. ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് ഇപ്പോൾ ഏകദേശം ഇവിടെ നമുക്ക് കണക്കാക്കാം. ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരയ്ക്കുക. നേരെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇതിനനുസരിച്ചുള്ള ഈ പോയിന്റിൽ നിന്ന് ഇതിൻ്റെ അതേ ഡയമീറ്ററിൽ എന്ത് ചെയ്യുക, റിവറ്റ് വരയ്ക്കുക. പിന്നെ ഇവിടുത്തെ ഷാഫ്റ്റിൻ്റെ അതേ ഡയൽ എന്ത് ചെയ്യുക, ഉള്ളിലുള്ള ഈ റിവറ്റ് ഇങ്ങനെ ഡോട്ടർ ലൈൻസ് ആയിട്ട് വരയ്ക്കുക. അതുപോലെ ഇവിടെ ചെയ്ത അതേ സാധനം തന്നെയാണ്, അതേ കാര്യം തന്നെയാണ് ഇതിൻ്റെ നേരെ അടിയിലും ചെയ്യാനുള്ളത്. ഇവിടെയും ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എടുക്കുന്നു. സെൻറ്ററിൽ നിന്ന് ഞാൻ നേരിട്ട് വരക്കുന്നു. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരക്കുന്നു. അപ്പോൾ അതാണ് സിഗ്സാഗിലുള്ള മാറ്റം എന്ന് പറയുന്നത്. ഈ സൈഡിൽ 3 റിവറ്റ് ഉണ്ടാവും, ഈ സൈഡിൽ 2 റിവറ്റേ ഉണ്ടാവുള്ളൂ. അതാണ് മാറ്റം. അപ്പോൾ ഇവിടെ ഷാഫ്റ്റ് ഉണ്ടാവില്ല. ഇവിടെ 2D എന്ന ഡിസ്റ്റൻസ് ഉള്ളൂ, 2D+6 ഇല്ല. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പഠിച്ചത് ചെയിനിൻ്റെ വിവിധ രൂപങ്ങളാണ് പഠിച്ചതെങ്കിൽ നമ്മൾ നെക്സ്റ്റ് പോണത് സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ്. നിലവിൽ ലാപ്പ് ജോയിൻ്റ് ആണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. ഇനി ബട്ട് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2 റിവറ്റുകൾ. ഇപ്പോൾ ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബട്ട് ജോയിൻ്റ് എന്താണെന്ന് അറിയാനാണ്. 2 റിവറ്റ്, ഇതിലത്തെ 2 റിവറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു റിവറ്റ്. ആ ഒരു റിവറ്റിനോട് ചേർന്നിട്ട് തന്നെ നേരിട്ട് തന്നെ അടുത്ത റിവറ്റും വെച്ചു. ഇങ്ങനെയാണ് 2 റിവറ്റ് ഉണ്ടാവുക. ഇങ്ങനെ ചേർന്ന് വെക്കുക. എന്നിട്ട് മുകളിൽ കണക്ട് ചെയ്യാൻ വേണ്ടി സ്ട്രാപ്പ് എന്ത് ചെയ്യും, മുകളിൽ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് റിവറ്റ് ചെയ്യും. അതാണ് സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ലാപ്പ് ജോയിൻറ്റിൽ 2 റിവറ്റുകളും ഒന്നിന് മുകളിൽ ഒന്നായിരുന്നെങ്കിൽ ഇവിടെ പരസ്പരം ചേർന്നിട്ടായിരിക്കും എന്തുണ്ടാവുക, റിവറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മാറ്റം. എന്നിട്ട് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ടു യൂസ് ഓഫ് എ സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റ് ടേക്ക് തിക്നെസ് ഓഫ് ദി പ്ലേറ്റ്സ് ആസ് 10 mm ആണ്. അപ്പോൾ 10 mm ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 10 mm ആകുമ്പോൾ D = 6√T 18.9 കിട്ടിയത്. നമ്മൾ നേരെ റെക്കമെൻഡ് ചാർട്ടിലേക്ക് പോകണം. 18.9 നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എത്ര എടുക്കും? നെക്സ്റ്റ് ഹയർ സ്റ്റാൻഡേർഡ് ഉള്ളത് 20 ആണ്. അപ്പോൾ നമ്മൾ 20 എടുക്കണം. ആ റെക്കമെൻഡ് ചാർട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അങ്ങനെ D 20 എടുത്തു, ലെങ്ത് ഓഫ് ഓവർലാപ്പ്. നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഭവം, ഇതിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണെന്ത്, ഈ ഭാഗമാണ് തിക്നെസ് ഓഫ് ഇതാണ് നമ്മുടെ റിവറ്റ്. ഒരു റിവറ്റ് ഇതുവരെ, നെക്സ്റ്റ് റിവറ്റ് അവിടെ നിന്ന് അപ്പുറത്ത്, 2 റിവറ്റും ഒരേ ഇതിലാണല്ലോ. ഇതാണ് തിക്നെസ് ഇവിടെ തന്ന 10 mm എന്നുള്ളത്. ഈ മുകളിലുള്ള സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഈ റിവറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന സ്ട്രാപ്പ്, ആ സ്ട്രാപ്പിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ തിക്നെസ് അല്ല, ഈ പ്ലേറ്റിൻ്റെ തിക്നെസ് ആവില്ല. പ്ലേറ്റിൻ്റെ തിക്നെസ് അല്ല, ഈ സ്ട്രാപ്പിൻ്റെ തിക്നെസ്, രണ്ടും രണ്ടാണ്. പ്ലേറ്റിൻ്റെ തിക്നെസ് T, ഇവിടെ 10 mm, ഈ ക്വസ്റ്റ്യനിൽ 10 mm ആണ്.
ചോദ്യത്തിൽ എന്തുണ്ട് 10 mm ആണെന്ന് തന്നിട്ടുണ്ട്. 10 mm ആണ് തിക്നെസ്. ഇത് എന്തിൻ്റെ തിക്നെസ്സാണ്? ഇത് പ്ലേറ്റിൻ്റെ തിക്നെസ്സാണ്. ഈ മുകളിൽ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാപ്പിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇതെന്തായാലും പഠിച്ചേക്കണം. 1.125 ഇൻറ്റു ടി. ഇവിടെ 10 ആയതുകൊണ്ട് 10 എടുത്തു. ക്വസ്റ്റ്യൻ്റെ ഏതാണോ അത്. 1.125 ഇൻറ്റു 10. അപ്പോൾ രണ്ടിൻ്റെയും തിക്നെസ് എന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. പിന്നെ ഇത് വരക്കേണ്ടത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരിക m ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇത് രണ്ടും വരുന്നത്. ഈ പിക്ചർ ഒന്ന് നോക്കാം. ഇതിലിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ഇത് ഈ ലൈൻ വരക്കുന്നു. പിന്നെ ഈ രണ്ട് ലൈനും m ഡിസ്റ്റൻസിൽ m എന്നുള്ള ഡിസ്റ്റൻസിൽ തന്നെയാണ് ഈ രണ്ട് ലൈനും ഇവിടുന്ന് വരക്കുക. എന്നിട്ട് ഇവിടുന്ന് ഷാഫ്റ്റ് ഇവിടുന്ന് വരക്കുന്നു, ഇവിടുന്ന് വരക്കുന്നു. പിന്നെ നമ്മൾ 0.8D 0.8D ഫ്രണ്ട് വ്യൂവിൽ സ്നാപ്പ് ഹെഡ് വരക്കുമ്പോൾ ഇവിടേക്ക് 0.8Dയും ഇവിടേക്ക് 0.7Dയും വരുന്ന രൂപത്തിലാണ് സ്നാപ്പ് ഹെഡ് വരക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതിൽ നമ്മൾ ആദ്യം ഈ ലൈൻ വരക്കുന്നു. പിന്നെ അവിടുന്ന് m ഡിസ്റ്റൻസിൽ ഈ ലൈനും അതുപോലെ ഈ ലൈനും രണ്ട് ലൈനും വരച്ച് പിന്നെ അതിന് ശേഷം ഷാഫ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ D ആണ്. D = 20 ആണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും 20 എടുത്ത് ആകെ 20 വരുന്ന രൂപത്തിൽ വരക്കുക. രണ്ട് സൈഡിലും വരക്കുക. അങ്ങനെ ഓരോന്നും വരക്കുക. പിന്നെ ചാംഫർ ചെയ്യണം. ചാംഫർ ചെയ്യുന്നിടത്ത് ഇതിലുള്ള ഇത് എന്തല്ല ഒറ്റ ലൈനാണ്, ഓവർലാപ്പിംഗ് ലൈനല്ല. ഒരു ലൈൻ തന്നെയാണ് രണ്ടും ഉള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ചാംഫറിങ് 10 ഡിഗ്രി ചാംഫറിങ് ഇവിടെയും ഈ റിവറ്റ് ഇതിമ്മയാണ്, ഇവിടെയും ഇതിമ്മയാണ്. രണ്ടും ഇവിടെയാണ് എന്ത് ചാംഫറിങ് നടക്കുന്നത്. ലാപ്പ് ജോയിൻ്റ് ആകുമ്പോൾ ഒന്നുമ്മ ഒരു സൈഡിലും ഇവിടെയും അടുത്തത് ഇവിടെ ആയിരുന്നു. പക്ഷേ ഇതിലെങ്ങനെയാണ്? ഇതിൽ ചാംഫറിങ് നടക്കുന്നത് എവിടെയാണ്? ഒക്കെ ഒരു സൈഡിൽ തന്നെയാണ്. മുകളിലുള്ള സ്ട്രാപ്പ് നമ്മൾ ജോയിൻറ്റുകൾ ചെയ്യാനുള്ള ഉപയോഗിച്ച സ്ട്രാപ്പുമ്മയാണ് നടക്കേണ്ടത്. അപ്പോൾ രണ്ടും ഒരു സൈഡിലെ ഒരു മുകളിലത്തെ പ്ലേറ്റിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോപ്പ് വ്യൂവിൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഫ്രണ്ട് വ്യൂ എടുത്താൽ നമുക്കറിയാം ലാപ്പ് ജോയിൻ്റ് ആകുമ്പോൾ ഇവിടെ ഫുള്ള് ഡോട്ടഡ് ലൈൻസ് ആയിരുന്നു. അങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. രണ്ടും ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെയും തിക്ക് ഡാഷാണ്. തിക്കായിട്ടുള്ള തിക്ക് ലൈൻസാണ്. ഡാഷല്ല, തിക്ക് ലൈൻസാണ്. ഇവിടെ ഈ സൈഡിലും തിക്ക് ലൈൻസാണ്, ഈ സൈഡിലും തിക്ക് ലൈൻസാണ്. രണ്ട് ലൈൻ ഉണ്ടാവും. ഒന്ന് ചാംഫർ ചെയ്ത ലൈനും ചാംഫർ ചെയ്യാത്ത ലൈനും. ഇവിടെയും എന്താണ് തിക്കായിട്ട് തന്നെയാണ്. രണ്ടും തിക്ക് തന്നെയാണ്. പിന്നെ തിന്നായിട്ട് ഈ രണ്ട് സൈഡിലും തിക്ക് ലൈൻസാണ്. പിന്നെ ഡോട്ടായിട്ട് വരുന്നത് സെൻട്രൽ ഇവിടെ ഇങ്ങനെ ഡോട്ടായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഡോട്ട് ലൈൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പിക്ചറൊന്ന് നോക്കുക. അങ്ങനെയാണ് വരിക. അതാണ് ഇതിലുള്ള മാറ്റം. കാരണം എങ്ങനെയാണ്? അത് ഇവിടെയാണ് രണ്ട് ലൈനിൻ്റെ ജോയിനിങ് വരുന്നത്. അപ്പോൾ അവിടെ എന്തായിരിക്കും? നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഡോട്ടഡ് ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൽ പ്രത്യേക ഒരു മാറ്റമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസൊക്കെ P തന്നെയാണ്. ഒരു റിവറ്റിന് അടുത്ത റിവറ്റ് വരെയുള്ള ദൂരം P. അതൊന്നും ചേഞ്ച് ഇല്ല. അതൊക്കെ മറ്റേതുപോലെ തന്നെയാണ്. മാറ്റമുള്ളത് ഒന്ന് M. ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് M. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്? M ആണ്. ഒന്നിൽ നിന്ന് മറ്റെടുത്ത് ഒരു റിവറ്റിൽ നിന്ന് അടുത്ത റിവറ്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ രണ്ടിനും സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 2M ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതെന്തല്ല, ആ രൂപത്തിലല്ല ഡബിൾ റിവറ്റഡിലും സിഗ്സാഗിലൊക്കെ വരുന്നത്. ഡബിൾ റിവറ്റഡിൽ 2D + 6 ആണെങ്കിൽ
സിഗ്സാഗിൽ 2D ആണ്. അപ്പോൾ അതാണ് ഇതിലുള്ളൊരു മാറ്റം. ഇതിൽ ഒന്ന് സിംഗിൾ റിവേറ്റഡ് നന്നായി മനസ്സിലാക്കിയിട്ട് ബാക്കി ഇതിലുള്ള ചേഞ്ചസുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ആൻസർ കൃത്യമായി 15 മാർക്ക് സിമ്പിളായി സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒറ്റൊന്നും കൂടി ഉണ്ട് ഇതിൽ വരുന്ന റിവേറ്റഡിൽ വരുന്ന ഒറ്റൊന്നും കൂടി ഉണ്ട്. സിംഗിൾ റിവേറ്റഡ് ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻ്റ് ആണ്. ബട്ട് ജോയിൻ്റ് നമ്മൾ പറഞ്ഞു അതിൻ്റെ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു. ഇവിടെ സിംഗിൾ റിവേറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റിൽ എന്തായിരുന്നു, ഒറ്റ പ്ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, മുകളിൽ മാത്രമേ പ്ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മുകളിൽ മാത്രമല്ല അടിയിൽ കൂടി പ്ലേറ്റ് ഉണ്ട്, 2 പ്ലേറ്റ് ഉണ്ട്. അതാണ് ഇതിലെ മാറ്റം. ഇതിലുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് 10 ആണ്. 10 mm തിക്നെസ് ഓഫ് പ്ലേറ്റ് എടുത്താൽ എന്തുണ്ടാവും, 6√t എന്ന് പറഞ്ഞാൽ 6√t √10 എന്ന് പറഞ്ഞാൽ അത് 18 പോയിൻ്റ് സംതിങ് ആണ് വരിക. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും, അടുത്തതായിട്ട് 20 ആയിട്ട് എടുക്കും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 20. ലോഞ്ചിറ്റ്യൂഡ് പിച്ച് 3D ആണ്, 3 × d 60. മാർജിൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ m = 1.5d ആണ്. 1.5d 1.5 × 20 30 ആയിരിക്കും. പിന്നെ ലെങ്ത് ഓഫ് ഓവർലാപ്പ് ഇവിടെ ഇതിൽ 4m ആണ് വരിക. അതാണ് 4 × m 4 × 30 120 ലെങ്ത് ഓഫ് ഓവർലാപ്പ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിൻറ്റിൽ ബട്ട് ജോയിൻറ്റിൽ എന്തായിരുന്നു, ഈ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് തിക്നെസ് ഓഫ് ഡബിൾ കവർ സ്ട്രാപ്പ്, അവിടെ സിംഗിൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അവിടെ തിക്നെസ് സിംഗിൾ സ്ട്രാപ്പിൽ തിക്നെസ് എത്ര ആയിരുന്നു, 1.125 × t ആയിരുന്നു. അതായത് നമ്മുടെ പ്ലേറ്റിൻ്റെ തിക്നെസ്സിനേക്കാളും കൂടുതലായിരുന്നു മുകളിലുള്ള സ്ട്രാപ്പിൻ്റെ തിക്നെസ്. എന്നാൽ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ 2 പ്ലേറ്റിൻ്റെയും തിക്നെസ് എന്ന് പറയുന്നത് 0.8t ആണ്. 0.8t ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ തിക്നെസ് 0.8t ആയിരിക്കും. ഇതും എത്ര ആയിരിക്കും, 0.8t ആയിരിക്കും. അപ്പോൾ അതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതൊക്കെ m ഡിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ചാംഫറിങ് രണ്ടും ഇവിടെ മേലെ ചാംഫറിങ്, ഇവിടെ ചാംഫറിങ്, ഇവിടെ ചാംഫറിങ്, ഇവിടെ ചാംഫറിങ്. എന്തുണ്ട്, 4 ഭാഗത്തും 2 സൈഡിലും മുകളിലും താഴേക്ക് എന്തുണ്ട്, ചാംഫറിങ് വരുന്നുണ്ട്. ഡബിൾ സ്ട്രാപ്പാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാതെ അതിൽ മാറ്റമുള്ളത്. പിന്നെ ഡോട്ടർ ലൈൻസ് എവിടെ ആയിരിക്കും, സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ ആയിരിക്കും, ഒറ്റ ലൈനുള്ളൂ. ഇവിടെയൊക്കെ തിക്കായിട്ടുള്ള ലൈൻസാണ് ഈ സൈഡിലൊക്കെ ഉണ്ടാവുക. അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് ഒരു മാറ്റമായിട്ട് പറയാനുള്ളത്. ഏകദേശം ഒരു ചെറിയ രൂപത്തിൽ നിന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായി വരക്കണമെന്ന് പറയുന്ന വീഡിയോസും നമ്മൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. സംശയം ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കമൻറ്റിൽ ചോദിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, നല്ലൊരു എക്സാം ഇത് നല്ല സിമ്പിളാവട്ടെ. ഓക്കെ, താങ്ക്സ്.